ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ പകൽക്കാലം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിൽ ഇടയാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് വചനചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. 34 സങ്കീർത്തനം 8 വാക്യം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. വളരെ പ്രസിദ്ധമായ മറ്റൊരു വാക്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. സ്തോത്രം. ദാവീദ് തന്റെ അനുഭവത്തിൽ കൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയുവാനുള്ളത്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നല്ല എന്ന് അറിയണമെങ്കിൽ നാം അതിനെ നന്നായി ടേസ്റ്റ് അറിയേണ്ടത് ആവശ്യമാണ്. നാം ഒരു ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കഴിക്കുമ്പോൾ നാം അതിൻ്റെ രുചി, അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാണ് പിന്നെയും പിന്നെയും അത് കഴിക്കണമെന്ന് നമുക്ക് തോന്നുന്നത്. സ്തോത്രം. ക്രിസ്തുവിനെ മനസ്സിലാക്കിയ ഒരു വ്യക്തി, ക്രിസ്തുവിനെ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ ഒരു വ്യക്തി, സ്തോത്രം, അവനിൽ തന്നെ ശരണം പ്രാപിക്കും. ദാവീദ് തന്റെ അനുഭവത്തിൽ കൂടെ, താൻ സങ്കടങ്ങളിൽ കൂടെ, സ്തോത്രം, വിഷമത്തിൽ കൂടെ, ദുഃഖത്തിൽ കൂടെ, പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ താൻ കടന്നുപോയപ്പോൾ തനിക്ക് പറയുവാനുള്ളത്, തന്റെ അനുഭവത്തിൽ കൂടെ പ്രിയ ദൈവ പൈതലായ ദാനിയേലിന് പറയുവാനുള്ളത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവരെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്ന് കർത്താവിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സങ്കടകരമായ അവസ്ഥകൾ വരുന്നത്, ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ വരുന്നത്, പ്രതികൂലങ്ങൾ വരുന്നത് കർത്താവിനെ രുചിച്ചറിയാനാണ്. സ്തോത്രം. പലപ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ എന്ന് നിലവിളിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ രുചി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, കർത്താവിനോടുള്ള ആ രുചിയോട് പറ്റിയിരിക്കുന്നവരാണോ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ തലമുറയിൽ വെളിപ്പെടാൻ ഇടയാകും. ഓ, കർത്താവിന്റെ സന്നിധിയിൽ അടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ, ഓ, ഈ വലിയ പ്രതികൂല, വലിയൊരു സങ്കടം, വലിയൊരു ദുഃഖകരമായ അവസ്ഥകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ വലിയൊരു ദുഃഖത്തെ, വലിയൊരു സങ്കടത്തെ അല്ല നാം കാണേണ്ടത്, വലിയവനായ ദൈവത്തെ രുചിച്ചറിയുവാൻ നീ തയ്യാറാവുകയാണെങ്കിൽ, ഹല്ലേലൂയ, ആ ഭാഗ്യ പദവി നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഇടയാകും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ആത്മീയമായ ഈ ജീവിതത്തിൽ ഹല്ലേലൂയ നാം ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ സ്നേഹത്തോടെ, ഐക്യതയോടെ, വിവേകത്തോടെ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ അത്യധികം അധ്വാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, കർത്താവിനോടുള്ള രുചിയോട് പറ്റിയിരിക്കുവാൻ, ഹല്ലേലൂയ, കർത്താവിനെ ഒരു ദിവസം മനസ്സിലാക്കി എന്നല്ല, ദൈനംദിന ജീവിതത്തില് കർത്താവിന്റെ വചനം, കർത്താവിന്റെ വാക്കനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സഹായിക്കട്ടെ. ഇന്ന് ഹല്ലേലൂയ, ഇന്ന് വിശുദ്ധ ആരാധനയുടെ ദിവസമാണല്ലോ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, ഓ, പല ജീവിതങ്ങൾ ഹല്ലേലൂയ, ഓ, വ്യക്തമായ കാര്യങ്ങളിൽ കുടുങ്ങി, ഓ, ഹല്ലേലൂയ ആയിരിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ദുഃഖത്തോടെ പറയുകയാണ്, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുവാൻ നീ തയ്യാറാകണം. ക്രിസ്തുവിന് കൊണ്ട് കൊടുക്കേണ്ട മഹത്വം ക്രിസ്തുവിന് തന്നെ കൊടുക്കണം. ഹല്ലേലൂയ. ഓ, കീർത്തിയോ പുകഴ്ചയോ ഹല്ലേലൂയ മഹത്വമോ എല്ലാം മനുഷ്യനല്ല, ഹല്ലേലൂയ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കല്ല നാം കൊടുക്കേണ്ടത്. നാം കൊടുക്കേണ്ടത് നമ്മുടെ രാജാതി രാജാവായ, കർത്താതി കർത്താവായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവത്തിനും ഉടയവനായ, അൽഫയും ഒമേഗയുമായ എന്റെ യേശു കർത്താവിനാണ് കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ രുചിത്വം നീ മനസ്സിലാക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നിന്റെ ജീവിതത്തില് ഇന്ന് പകൽക്കാലം നീ
പോലെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കർത്താവ് തരുന്ന ഭാഗ്യ പദവിയിലേക്ക് നിനക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സ്തോത്ര. ക്രിസ്തുവിൽ ശരണം പ്രാപിക്കുന്ന വ്യക്തിയെ ഒരു കോഴി തന്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ, ഒരമ്മ തന്റെ കുഞ്ഞിനെ ഹല്ലേലൂയ പോറ്റുന്നത് പോലെ, അതിനേക്കാൾ ഉപരി എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മെ കാത്തു സൂക്ഷിച്ച മഹാദയ, മഹാകരുണ, മഹാകൃപ ഇന്ന് പകൽക്കാലം നീ ഓർത്തുകൊണ്ട് ദൈവത്തെ ആർക്കൊക്കെ സ്തുതിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ കൃപ നീ ഓർത്തു നോക്കിക്കേ. എത്രയോ സമപ്രായക്കാർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, പലരും അപകടങ്ങളാൽ ഹല്ലേലൂയ നഷ്ടമായി കൊണ്ടിരിക്കുമ്പോ, പലവിധമായ ഹല്ലേലൂയ രോഗങ്ങളാൽ ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ നിനക്ക് തയ്യാറാവുകയാണെങ്കിൽ, ക്രിസ്തുവിങ്കലുള്ള ശരണം നിലനിർത്തിക്കൊണ്ടു പോകുവാണെങ്കിൽ അതൊരു വലിയൊരു ഭാഗ്യ പദവി തന്നെയാണ്. ബൈബിളിൽ ഹല്ലേലൂയ ആദിമ പിതാക്കന്മാര്, പ്രവാചകന്മാര്, അനേക ദൈവ ഭക്തന്മാര് പ്രതികൂലത്തിൽ കൂടെയാണ് കടന്നുപോയത്. തീയുടെ അനുഭവത്തിൽ കൂടെയാണ് കടന്നുപോയത്. ദുഃഖത്തിൽ കൂടെയാണ് കടന്നുപോയത്. ഹല്ലേലൂയ. താൻ പോലും ചിന്തിക്കാത്തതായ അനേക തിക്ത അനുഭവത്തിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരെ പുറത്തു കൊണ്ടുവന്ന് കർത്താവ് ഉപയോഗിക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നെയും നിന്നെ ഉപയോഗിക്കുവാനാണ്. ഒരു മാനപാത്രമാക്കി മാറ്റണമെങ്കിൽ ഒത്തിരി ഉടയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ദൈവജനമേ, നിന്നെ തകർത്തു കളയാനല്ല, നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്ന് എനിക്കൊരു മാനപാത്രമാക്കി മാറ്റുവാനാണ്. ഇത്രയും വലിയ പ്രതികൂലം വന്നത്, ഇത്രയും വലിയ പ്രതിസന്ധി വന്നത് നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് വന്നു എന്ന് നീ പലപ്പോഴും ദൈവത്തോട് നെടുവീർപ്പെടാറില്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് നന്മയ്ക്കായിട്ടാണ്, തിന്മയ്ക്കായിട്ടല്ല. ചൂടാര ഹന്തരാര വൗക്ഷിയാരവ ഉടവ പ്രൗഢാര ഹന്തൽക്കനക ചൂടാര മാരവ ലവൗക്ഷിയാര. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകൽക്കാല ദൈവസന്നിധിയിൽ ക്രിസ്തുവിനെ അധികം അധികം രുചിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി അധികം 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 ഫലം കായ്ച്ചുകൊണ്ട് ക്രിസ്തുവിൽ തന്നെ ശരണം പ്രാപിച്ച് അഭാഗ്യ പദവിയിലേക്ക് എത്തിച്ചേരുക സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. അബ്രഹാമിനെ പോലെ, യോസഫിനെ പോലെ, ദാനിയേലിനെ പോലെ, അപ്പോസ്തലനായ പൗലോസിനെ പോലെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചുകൊണ്ട് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സാക്ഷിയാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാചന ഭാഗത്തു നിന്ന് ഞാൻ ഇരുന്നു കൊള്ളുന്നു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.